വെൽക്കം ടു എജൂസ് അക്കാഡമി. ഞാൻ ഷൈൻ സ്റ്റീഫൻ. അപ്പോൾ ഇന്ന് പുതിയൊരു ഇൻഫോർമേഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് കേരള PSC പുതിയ രണ്ട് വേക്കൻസി കൂടെ അല്ലെങ്കിൽ പുതിയ രണ്ട് പോസ്റ്റിന് കൂടെയുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് കേരള PSC ഇത് DHSന്റെ അണ്ടറിലാണ്. DHSന്റെ അണ്ടറിൽ ഹോമിയോപ്പതി, അതുകൂടാതെ തന്നെ JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്. സോ ഇതിന്റെ രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ ഇന്നലെ അതായത് 30-ാം തീയതി വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് PSC പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കാരണം ഇന്നലെയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ലാസ്റ്റ് ഡേറ്റ് 29 ജനുവരി 2025. ആരും ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തോളൂ. കാരണം നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് സെർവർ ഇഷ്യൂയോ നെറ്റ് ഫെയിലിയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ബിസി ആയി പോകും, നമ്മൾ മറന്നു പോകും. സോ അത് കാരണം ഇപ്പൊ തന്നെ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാര് അപ്ലൈ ചെയ്തോളൂ. ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഇവിടെ കാണുന്നത് പോലെ ഇത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2-ന്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇവിടെ ഗസറ്റഡ് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ അതായത് 30/12/2024 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 29/1/2025 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. സോ ഇതിന്റെ കാറ്റഗറി നമ്പർ 520 കേട്ടോ. 520/2024 ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ DHSന്റെ അണ്ടറിലാണ് ഈ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. സോ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 സാലറി സ്ട്രക്ചർ 31,100 മുതൽ 66,800 ആണ്. അതിന്റെ പേ സ്കെയിൽ വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് കേട്ടോ. ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് വരുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള വേക്കൻസീസിലെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് അതായത് പാലക്കാടും നമ്മുടെ കോഴിക്കോടും ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് വളരെ സന്തോഷിക്കാവുന്ന ഒരു അവസരം. അതായത് അവർക്ക് വേക്കൻസീസ് കൂടുതലാണ്. പാലക്കാടിന് 31 വേക്കൻസി, അതുപോലെ തന്നെ കോഴിക്കോടിന് 31 വേക്കൻസീസ് ഉണ്ട്. ബാക്കി തിരുവനന്തപുരം, തൃശ്ശൂർ 19 വേക്കൻസീസ്, മലപ്പുറം 26, വയനാട് 12 വേക്കൻസി, കാസർഗോഡ് 15. ബാക്കിയുള്ള ജില്ലകളിലേക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയിലേക്കാണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വേക്കൻസീസ് ഒക്കെ ആക്ച്വലി ഇപ്പൊ നിലവിലുള്ള വേക്കൻസീസ് ആണ്. ഇത് ഉറപ്പായിട്ടും കൂടും കേട്ടോ. ഈ വേക്കൻസീസ് ഒക്കെ ഉറപ്പായിട്ടും കൂടും. കാരണം ഇതിന്റെ പരീക്ഷയും അതിന്റെ ഇന്റർവ്യൂ പ്രോസസ്സിംഗും ഒക്കെ ആയി വരുമ്പോ കുറച്ചുകൂടെ സമയം എടുക്കും എന്താണല്ലോ. അതായത് എക്സാമിന് തന്നെ മിക്കവാറും ഒരു 6 മാസം എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ബാക്കി പ്രോസസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. സോ അപ്പൊ എന്താണെങ്കിലും ഉറപ്പായിട്ട് ഇതിൽ നിന്നും കൂടുതലായിട്ട് വേക്കൻസീസ് ഉണ്ടാകും. സോ നിങ്ങൾ ആരും നിരാശരാകേണ്ട, നിങ്ങൾ ആരും പേടിക്കേണ്ട. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ലഭിക്കാവുന്നതാണ്. സോ അതുകൂടാതെ JPHന്റെ ഏജ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം. നമ്മളെ DME JPHN വിളിച്ചപ്പം ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിരുന്നു. ക്വാളിഫിക്കേഷൻ പറയുന്നത് അതായത് SSLC. SSLC അതോടൊപ്പം തന്നെ ANM സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ KNMC. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓക്സിലറി നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് സർട്ടിഫിക്കറ്റ്. അത് അല്ലെങ്കിൽ SSLC പ്ലസ് ANM സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INC. അതല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ KNMC. സോ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ്, 10th പാസ് ആണ്. അതുകൂടാതെ ANM സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ KNMC, അഗൈൻ ANM സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ INC. അല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ KNMC. സോ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പം ഉറപ്പായിട്ട് നോൺ സയൻസ് ആയിട്ട് +2 പാസ്സായ ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത് കൂടാതെ തന്നെ ഇപ്പം SSLC പ്ലസ് നമ്മുടെ ANM കോഴ്സ് ആണ് പറഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പം നിങ്ങൾക്ക് ANM ഇല്ല, പകരം നമുക്ക് GNM ആണുള്ളത്. GNM ആണുള്ളത്. ദെൻ
BSc ആണുള്ളത്, പോസ്റ്റ് ബേസിക് ആണുള്ളത്, MSc ആണുള്ളത് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ കേട്ടോ, ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും, അതായത് GNM, BSc, പോസ്റ്റ് ബേസിക്, MSc കാർക്കും ഒക്കെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. സോ ആരും ഈ അവസരം പാഴാക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ജോലിക്കായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുകൂടാതെ ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് നമ്മുടെ നേരത്തെ DME JPHന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവിടെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 41 വയസ്സാണ്. അതായത് നമ്മുടെ സ്റ്റാഫ് നഴ്സ് വേക്കൻസിയിലെ അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 36 ഇയേഴ്സ് ആണ് ജനറൽ കാറ്റഗറിയിൽ. അതുകൂടാതെ ബാക്കി റിസർവേഷൻ കാറ്റഗറിക്ക് കുറച്ചുകൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, അത് ഇവിടെയും ബാധകമാണ്. അതേസമയം ഇവിടെ ജനറൽ കാൻഡിഡേറ്റ്സിന് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം അഗെയിൻ നമുക്ക് വന്നിരിക്കുന്നു ഹോമിയോപ്പതി നഴ്സ്. ഓക്കെ, ഹോമിയോപ്പതി നഴ്സിലെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതും എവിടെയാണ്? ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതായത് വേക്കൻസീസിന്റെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പാലക്കാട്, ഓക്കെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിട്ട് ഹോമിയോപ്പതി നഴ്സ് ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിന്റെയും ഗസറ്റഡ് ഡേറ്റ് ഇന്നലത്തെയാണ്, അതായത് 30/12/2024 ആണ് ലാസ്റ്റ് ഡേറ്റ്. 29 ജനുവരി 2025, കാറ്റഗറി നമ്പർ 523/2024. ഓക്കെ, സോ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റിംഗ് ആണ് നടക്കുക. പാലക്കാടാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്, അതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് അതിന്റെ ഏജ് പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്. അതുകൂടാതെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 10th പാസ്. ഓക്കെ, 10th പാസ്. അതുകൂടാതെ GNM, ഓക്കെ, GNM കണ്ടക്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പം GNM പാസ്സായവർക്കും അതുകൂടാതെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള BSc MSc ഒക്കെ ഉള്ളവർക്കും ഇതും, അതായത് ഹോമിയോപ്പതി സ്റ്റാഫ് നഴ്സും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ആരും നിങ്ങളുടെ അവസരം പാഴാക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്തോളൂ. ഇതുകൂടാതെ നമ്മുടെ എജൂസ് അക്കാഡമിയിൽ നമ്മൾ JPHന്റെ പുതിയ ബാച്ച് 4-ാം തീയതി, അതായത് ജനുവരി 4-ാം തീയതി വരുന്ന ശനിയാഴ്ച നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. JPHന്റെ ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ബാച്ച് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത കുട്ടികളോട് ചോദിക്കാം, ഞങ്ങളുടെ ക്ലാസിന്റെ ഫീഡ്ബാക്ക്, ക്ലാസിന്റെ ക്വാളിറ്റീസ് ഒക്കെ ചോദിക്കാം. ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി, താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതുകൂടാതെ നമ്മുടെ JPHന്റെ തന്നെ ഡെമോ ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സോ ആ ഡെമോ ക്ലാസ്സസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാകും. സോ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ എവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾ എന്താ ചെയ്യുക? നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ പാഷന് ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്ന ജോലി നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ JPHന്റെ പുതിയ ബാച്ച് നമ്മൾ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൂടാതെ നമ്മുടെ DME സ്റ്റാഫ് നഴ്സിന്റെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സസ് റണ്ണിങ് ആണ്. അതുകൂടാതെ അതിന്റെ അഡ്മിഷൻ തുടരുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും DME സ്റ്റാഫ് നഴ്സോ അല്ലെങ്കിൽ RRB സ്റ്റാഫ് നഴ്സോ അല്ലെങ്കിൽ JPHനോ ഈ പറഞ്ഞ ഹോമിയോപ്പതി സ്റ്റാഫ് നഴ്സോ ഏതെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എജൂസ് അക്കാഡമിയെ പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസിന്റെ ക്വാളിറ്റീസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അഡ്മിഷന് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ അതുകൂടാതെ നമ്മുടെ കോഴ്സസിന്റെ ഹൈലൈറ്റ്സോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് എജൂസ് അക്കാഡമിയുടെ സ്റ്റഡി പാക്കേജ് എന്ന് പറയുന്നത് ഇത് മെയിൻ കോഴ്സ്, നമുക്ക് ഒരു മെയിൻ കോഴ്സ് ഉണ്ട്. അതുകൂടാതെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഉണ്ട്, റാങ്ക് ഫയൽ ഉണ്ട്. സോ നമ്മളിപ്പോ ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന നമ്മുടെ സ്റ്റാഫ് നഴ്സ്, അതായത് DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് നമ്മൾ റാങ്ക് ഫയൽ ഇപ്പം ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം, അതായത് JPHനോ അല്ലെങ്കിൽ JPHന്റെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മെയിൻ കോഴ്സും അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്കും അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ മെയിൻ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ഉണ്ടാകും. അതുകൂടാതെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൂടുതൽ സമയം നിങ്ങളുടെ മെമ്മറി റീറ്റെയിൻ ചെയ്യാനുമായിട്ട് ഞങ്ങൾ അനിമേറ്റഡ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. കൂടാതെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സിന്റെ പ്രത്യേകത, നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം, ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം. ഓക്കെ, അതുകൂടാതെ ഞങ്ങൾ പീരിയോഡിക് റിവിഷൻസ് നടത്തുന്നുണ്ട്. നമ്മുടെ DME ബാച്ച്, RRB ബാച്ചിന് ഇപ്പൊ റണ്ണിംഗ് ആയിട്ടുള്ള ബാച്ചിന് റിവിഷൻ ക്ലാസ്സസ് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 ക്ലാസ്സോളം റിവിഷൻ ഇപ്പം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്
അതിന്റെ പ്രോസസ് ആയിട്ട് നടന്നോളും. സോ അതേ രീതിയിൽ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സസും നടക്കുന്നതായിരിക്കും. അതുകൂടാതെ ഓരോ ദിവസത്തെയും ക്ലാസ്സസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ്, ഓക്കെ, ഡെയിലി ടെസ്റ്റ് ഉണ്ടാകും. കൂടാതെ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കിൽ നിന്നുള്ള വീക്ക്ലി ടെസ്റ്റ്, ഒരു മാസത്തെ ടോപ്പിക്കിൽ നിന്നുള്ള മന്ത്ലി ടെസ്റ്റ്. അപ്പൊ 3 തരത്തിലുള്ള ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് നൽകുക. അതായത് ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ് ആൻഡ് മന്ത്ലി ടെസ്റ്റ്. അതുകൂടാതെ മെന്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാൻ എന്ത് ഹെൽപ്പിന് വേണ്ടി നമ്മൾ മെന്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ പീരിയോഡിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഉണ്ടാകും. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഞങ്ങളുടെ മെയിൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കേജ് ഞാൻ പറഞ്ഞു. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് വളരെ ഇതുവരെ നടത്തിയ എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ശേഖരം നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ആൻസേഴ്സ് കിട്ടും. നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബണ്ടിൽസ് ഓഫ് എക്സാം സീരീസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമല്ലാതെ പല തരത്തിലുള്ള എക്സാംസ്, ഓക്കെ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല അല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. കൂടാതെ ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഓരോ യൂണിറ്റിൽ നിന്നും ആ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൂടാതെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ, അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആയിരിക്കും. നമ്മുടെ യൂട്യൂബ് ലൈവിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നമ്മൾ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ DME സ്റ്റുഡൻസ് ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇതുപോലെ, അതായത് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ, പിന്നെ അതുകൂടാതെ തന്നെ ഇതിപ്പോ ആക്ച്വലി കാർഡിയോയിൽ നിന്നുള്ള ഒരു സാമ്പിൾ ചാപ്റ്റർ ആണ്. സോ ഇതുപോലെ ആയിരിക്കും, അതായത് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും, ECG ഫൈൻഡിങ്സ് ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഡയഗ്രത്തിന്റെ എന്താണ് ഹെൽപ്പോട് കൂടിയായിരിക്കും ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഈ രീതിയിലുള്ള ഒരു റാങ്ക് ഫയലും ഞങ്ങൾ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ല അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കുക. താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എജുസ് അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ നന്നായിട്ട് എഴുതി നിങ്ങളുടെ സ്വപ്ന ജോലി കരസ്ഥമാക്കുക. അപ്പോൾ അതിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞങ്ങൾ നൽകുന്നതായിരിക്കും. സോ നന്ദി.